ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സൺഡേ ആണ്. അതുപോലെ തന്നെ ഇന്ന് എൻ്റെ അനിയൻ്റെ പിറന്നാൾ കൂടിയാണ് കേട്ടോ. പിറന്നാൾ ആയതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയി. നമ്മൾ 2 ക്ഷേത്ര ദർശനത്തിന് ശേഷമാണ് ഇനി നമ്മൾ അടുത്തൊരു ക്ഷേത്രത്തിലേക്ക് പോവാണ്. അത് കുറച്ച് ദൂരമാണ്. നമ്മൾ ബസ്സിന് പോകണം. അപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 സൈഡിലും പാടാണ് കേട്ടോ. അടുത്ത് ഒരുപാട് വാഴയും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ടാണ് ഇവിടെ തെങ്ങൊക്കെ വെച്ചത്. ദേ നമ്മൾ ഇങ്ങനെ ചവിട്ടുപഴ ഒരു ചവിട്ട് പാതയാണുള്ളത്. നടന്നിങ്ങനെ പോവാണ്. ഒരു തോടാണ്. ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളമൊന്നും ഇല്ലാത്തതാണ്. ഇത് ഒരു ശിവക്ഷേത്രമാണ്. മുരിങ്ങമംഗലത്ത് എന്നാണ് ക്ഷേത്രത്തിൻ്റെ പേര്. നമ്മൾ പുറം ഭാഗത്ത് തൊഴുതിന് ശേഷമാണ് ഉള്ളിലേക്ക് കയറുക. നമ്മൾ വിളക്കുകളിൽ ഒഴിക്കാനുള്ള എണ്ണയൊക്കെ മേടിച്ചതിന് ശേഷം അകത്തേക്ക് കയറണമായിരിക്കും. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. ഉള്ളിലേക്ക് നമുക്ക് വീഡിയോ അനുവദനീയമല്ല. അതിനുശേഷം നമ്മൾ വേറൊരു ക്ഷേത്രത്തിലാണ് പോയത്. ഇത് വെട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രമാണ്. ഇത് നമ്മുടെ പത്തനംതിട്ട കോന്നി റൂട്ടിലാണുള്ളത്. ITI പടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വെട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രം. ഇത് നമ്മുടെ കോന്നിയിലേക്ക് വരുമ്പോൾ റോഡിൻ്റെ ഇടത് ഭാഗത്താണുള്ളത്. ഒരു കവാടം കഴിഞ്ഞ് നമ്മളൊരു 5 മിനിറ്റ് നടക്കാണ്ട് താഴേക്ക് നമ്മുടെ ക്ഷേത്രം എത്തും. ഇതാണ് നമ്മുടെ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ ഒരു അച്ഛൻ കോവിലാറ ഒഴുകുന്നുണ്ട്. നല്ല അന്തരീക്ഷമാണ്. അതൊരു പോസിറ്റീവ് വൈബാട്ടോ അവിടെ. ഇവിടെ നമ്മൾ ചെല്ലുമ്പോൾ ക്ഷേത്രം അടച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇവിടെ നമ്മുടെ ബലിതർപ്പണമൊക്കെ നടക്കുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ. അപ്പം പൂജയ്ക്ക് ശേഷം പിന്നെ നമുക്ക് പാൽപ്പായസമൊക്കെ കിട്ടി. അതൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ പോയത്. അതിനുശേഷം നമ്മൾ പത്തനംതിട്ടയിലേക്കാണ് പോയത്. അവിടെ ആനന്ദഭവൻ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലുണ്ട്. അവിടുത്തെ ഇഡലിയും വടയും പ്രശസ്തമാണ് കേട്ടോ. ഇവിടെ 3 ഇഡലി ഒരു വടയായിട്ടാണ് കിട്ടുന്നത്. നല്ല ടേസ്റ്റാണ്. അതിനുശേഷം നമ്മൾ യാത്ര വീണ്ടും തുടരുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് വേണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.